നമസ്കാരം. ഇന്ന് നമുക്കൊരു വഞ്ചിപ്പാട്ട് പരിചയപ്പെടാം. ബാക്കിലേക്ക് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. ഒന്നാമത്തെ സ്റ്റെപ്പ് വരുന്നത് 1 2 3 4 5 6 7 8. മറ്റേ സൈഡും 1 2 3 4 5 6 7 8. രണ്ട് സൈഡിലേക്കും ഒരേ സ്റ്റെപ്പാണ് വെച്ചത്. അതിൽ ഒന്നാമത്തെ കാല് ക്യൂ ആയിട്ട് വരും. ഫ്രണ്ടിലൊരാളുണ്ടാവും, പുറകിലൊരാളുണ്ടാവും. എന്നിട്ട് 1 2 സൗണ്ട് കേൾക്കാണ്ടല്ലോ അല്ലേ? ഇതിന് ശരിക്കും കൊട്ടുന്ന സൗണ്ട് കേൾക്കണം. നമുക്ക് കാണാൻ പറ്റും വേണം കൊട്ട്. അതിനേക്കാൾ ഹൈറ്റിൽ ഇങ്ങനെ കൊട്ടരുത്, തലയ്ക്ക് മുകളിൽ കൊട്ടരുത്. ഈ കൊട്ടുകളാണ് ശ്രദ്ധിക്കേണ്ട കൊട്ട്. നേരെ മറിച്ച് നമ്മളിവിടെ ഒരു പെയർ നിൽക്കുകയാണ്, ആ പെയറിന് കൊടുക്കുകയാണെങ്കിൽ ഈ ഹൈറ്റിൽ വേണം കൊടുക്കാൻ. ഇവിടെ കൊടുക്കരുത്, മുഖത്ത് കൊടുക്കാൻ പാടില്ല. അപ്പം നമ്മൾ കൈ ഉയർത്തിയിട്ട് വേണം കൊടുക്കാൻ. പക്ഷെ സ്വയം കൊട്ടുമ്പോൾ ഇങ്ങനെ കൊട്ടരുത്. ഞാൻ പഠിച്ചത് ഇങ്ങനെയാണ്. അപ്പോൾ 1 2 എന്നിട്ട് 3 സ്റ്റെപ്പിലേക്ക് നമ്മളങ്ങ് ഇങ്ങനെ അങ്ങ് ഇരിക്കും. കാല് 2 മുട്ടും ഇടർത്തിയിട്ടല്ല, 2 മുട്ടും കൂടെ ഒരുമിച്ച് റൈറ്റ് സൈഡിലേക്ക് വരും. അപ്പോൾ ഫുൾ വെയിറ്റ് റൈറ്റ് സൈഡിൽ വരും. 4 എണീറ്റ് നിന്നു. അപ്പം നമ്മൾ 3 മാത്രമേ അമർത്തി ചവിട്ടി താഴ്ന്നുള്ളൂ. ശ്രദ്ധിച്ചോളൂ. 1 2 3 4. ബാക്കി എല്ലാ സ്റ്റെപ്പും വെക്കുന്ന സൗണ്ടാണ് കേട്ടിട്ടുള്ളൂ. ഇനി 5 കണ്ടോ, നിന്നിട്ടാണ് കൊട്ടുന്നത്. 5 കൊട്ടിക്കഴിഞ്ഞ ഉടനെ കൈ പുറകിലേക്ക് വലിച്ചിട്ട് 6 7 8. ഇങ്ങനെ വെച്ച കൈയിനെ ഫ്രണ്ടിലൂടെ താഴെ ഇട്ടാൽ മതി. ഇത് മറ്റേ സൈഡിലും 1 2 3 4 5 6 7 8. ഇത് 2 സ്റ്റെപ്പ് മിക്സ് ചെയ്തിട്ടാണ് ഈ 8 സ്റ്റെപ്പ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കാലും കൈയും എല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. ഈ സ്റ്റെപ്പ് ശ്രദ്ധിക്കണം. ഇതിന് നമ്മൾ നിന്നിട്ടാണ്, ഇങ്ങനെയല്ല കൊട്ടുന്നത്. നിന്ന് കൊട്ടിയിട്ട് 2 സ്റ്റെപ്പിനാണ് താഴുന്നത്. നമ്മൾ മിക്കതും ഓഡ് നമ്പേഴ്സിനാവും, കാരണം ഇത് ഇങ്ങനത്തെ സ്റ്റെപ്പിനാവും താഴുന്നത് 1 സ്റ്റെപ്പിന്. നേരെ മറിച്ച് ഈ വഞ്ചി, കൊറത്തി, കുമ്മി ഇങ്ങനത്തെ പാട്ടുകൾക്കൊക്കെ ഇങ്ങനെ നിന്നിട്ടുള്ള ഇത്തരം കൊട്ടുകൾ ധാരാളം ഉണ്ടാവും. പദത്തിൽ അത്ര തന്നെ ഇങ്ങനത്തെ കൊട്ടുകൾ യൂസ് ചെയ്യാറില്ല. അതായത് ഇങ്ങനെ കൊട്ടി ഇങ്ങനെ കുടയുന്നത്, ഇങ്ങനത്തെ സ്റ്റെപ്സ്, ഇതൊക്കെ കൂടുതലും ചെറിയ ചെറിയ പാട്ടുകളിലാണ് ഉണ്ടാവുക. അതായത് കൊറത്തിപ്പാട്ട്, വഞ്ചിപ്പാട്ട് അങ്ങനത്തെ ഇതിലാണ് ഇത്തരം സ്റ്റെപ്സൊക്കെ വരിക. ഇതൊക്കെ അതിൽ പെട്ടതാണ്. ഒരു പദത്തിൽ നമ്മൾ സാധാരണ ഇങ്ങനെ നിന്ന് കൊട്ടി ഈ കുടയുന്ന സ്റ്റെപ്പൊന്നും ഒരുപാട് കണ്ടിട്ടില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഇതേ സ്റ്റെപ്പ് നമ്മൾ ഇവിടുന്ന് കൊട്ടി ഇങ്ങനെ പുറത്തേക്ക് തിരിഞ്ഞിട്ടും ഇതെടുക്കാം. അല്ലെങ്കിൽ പിന്നെ ഇത് 2 സൈഡിലേക്കും കളിച്ച് കഴിഞ്ഞാൽ പിന്നെ എടുക്കുന്നത് 1 2 3 4 1 2 3 4. ഈ 3 സ്റ്റെപ്പിന് നമ്മൾ പുറത്തേക്ക് തിരിയും. അതായത് ലെഫ്റ്റ് കളിക്കുമ്പോൾ 1 2 3 4. അതേ സ്റ്റെപ്പ് കണ്ടോ, ഇതിൽ നമ്മൾ 1-നാണ് താഴ്ന്നത് കണ്ടോ. 1 2 ഇനി 3 4 പുറത്തേക്ക് തിരിഞ്ഞിട്ട് അവിടെ നിന്നിട്ടും 1 2 3 4 1 2 3 4. ഇത്രയും എടുത്തു. ഇനി നമ്മൾക്ക് ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. ഇത് പ്രത്യേകിച്ച് പഠിപ്പിക്കാനൊന്നുമില്ല. ഇങ്ങനെ കൊട്ടാൻ വേണ്ടി കൈ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നീട്ടിപ്പിടിക്കും. എന്നിട്ട് ഇവിടുന്ന് കൊട്ട് വരണം. ഇത്രയും ഡിസ്റ്റൻസിൽ ഇങ്ങനെ വെച്ചാൽ പോരാ. ഇങ്ങനെ കളിക്കുന്നവർ നമ്മൾ കണ്ടിട്ടുണ്ട്. അതല്ല, ട്രഡീഷണലായിട്ട് കളിക്കുമ്പോൾ ഇങ്ങനെയാണ്. കൊട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഈ കൈ താഴെ ഇടണം. കണ്ടോ, ഇങ്ങനെ കളിക്കുന്നവർ നമ്മൾ കാണാറുണ്ട്. ഇത് കൊട്ടും, ഈ കൈ താഴെ ഇടാൻ മറക്കും ഇത്. അപ്പോൾ അതങ്ങ് താഴെ ഇട്ടിട്ട് വേണം ഈ കൈയിനെ എടുക്കാൻ. ഇത് തന്നെ പുറത്തേക്ക് തിരിഞ്ഞിട്ടും. അതാണ് കൈ കണ്ടോ, സൗണ്ട് വരുന്നുണ്ടല്ലോ കൊട്ടുമ്പോൾ. ഇത് ചവിട്ടുമ്പോഴും കൂടെ അങ്ങ് കിട്ടും. ആ ചവിട്ടും കൂടെ അങ്ങ് ഉറച്ചാൽ മതി. ഇനി ഒരെണ്ണുള്ളത് 1 2 1 2 3. അതായത് 1 2 എടുത്തു, അവിടെ താളമൊന്ന് മുറുകി. വീണ്ടും ലെഫ്റ്റ് എടുത്തു 1 2 1 2 3.
ഒന്ന് ഈ കാലിന് നേരെ ഫ്രണ്ടിലേക്ക് വെച്ചു. 1 2 1 2 3 1 2 1 2 3 മനസ്സിലായി കാണുമല്ലോ അല്ലേ? പിന്നെ 1 2 3 1 2 3 1 2 1 2. അതായത് ഈ സ്റ്റെപ്പിനൊക്കെ ശ്രദ്ധിച്ചോളൂ. 1-നാണ് നമ്മൾ താഴുന്നത്. 2 തരത്തിൽ ഈ സ്റ്റെപ്പിന് 3, ഇതും 1 2 3 ആണ്. 1 2 3 2 3 തരത്തിലുണ്ട്. 1 2 3 സ്റ്റെപ്പിന് 1-ന് താഴ്ന്നു, കൈ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഉള്ളിൽ തന്നെ അവസാനിപ്പിച്ചു. മറ്റത് 1 2 3 കണ്ടോ, കൈ താഴെ ഇട്ട് അവസാനിപ്പിച്ചു. അതിന് 3 സ്റ്റെപ്പിനാണ് താഴ്ന്നത്. നമുക്കിവിടെ ആവശ്യം 1 2 3 1-ന് താഴ്ന്ന 1 2 3 ആണ് നമുക്കിവിടെ വേണ്ടത്. 2 സൈഡിലേക്കും എടുത്തു കഴിഞ്ഞാൽ പിന്നെ റൈറ്റ് സൈഡിൽ കാലെടുത്ത് പുറകിൽ കുത്തി അതേ കാലെടുത്ത് ഫ്രണ്ടിലേക്ക് വെച്ചു. ഇതും അതേപോലെ തന്നെ കുത്തി ഫ്രണ്ടിലേക്ക് വെച്ചു. അപ്പോൾ നമ്മുടെ കൈ മലർന്നിട്ടാണ്. നമ്മൾ മിക്ക സ്റ്റെപ്സും പുറകിൽ കുത്തുന്ന കാലിനൊക്കെ കൈ കമിഴ്ന്നിട്ട് വേണമെന്നാണ് ഇത്രയും കാലം പഠിച്ചത്. പക്ഷെ മിക്ക സ്റ്റെപ്പിനൊന്നും എപ്പോഴും എടുത്ത് പറയാറുണ്ട്. കണ്ടോ, ഇത്തരം ചില സ്റ്റെപ്സിനൊക്കെ കൈ മലർത്തിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല. പുറകിൽ കുത്തി അത് ഫ്രണ്ടിലേക്ക് വെച്ചു, വീണ്ടും പുറകിൽ കുത്തി സമത്തിൽ വെച്ചു. ഇത്രയും സ്റ്റെപ്സ് നമുക്ക് പാട്ടിൻ്റെ കൂടെ ഒന്ന് കളിച്ച് വെക്കാം. ഇതിൻ്റെ കൈയും കൂടെ, കൈ കണ്ടോ മലർത്തിയിട്ടാണെന്ന് പറഞ്ഞു. ഈ മലർത്തിയതിനെടുത്തിട്ട് ഇങ്ങനെ അങ്ങ് ഉരുട്ടി കൊട്ടിയാൽ മതി. ബുദ്ധിമുട്ടില്ലല്ലോ. പാട്ടിൻ്റെ ഒപ്പം നോക്കാം. പങ്കജാക്ഷൻ കടൽ വർണ്ണ കുഞ്ചശരൂപൻ കൃഷ്ണൻ പണ്ടൊരു നാൾ കാളിന്തിതൻ കടവിലെത്തി. ശ്രീപാദങ്ങൾ അനങ്ങാതെ പുരങ്ങൾ തീരുങ്ങാതെ ഗോപസ്ത്രീകൾ നീരാടുന്ന കടവിലെത്തി. ചന്ദനക്കൽ പടവിങ്കൽ ചിലയെല്ലാം അഴിച്ചിട്ട് ചഞ്ചലമിഴിമാർ മുങ്ങി കുളിക്കും നേരം. അടുത്ത സ്റ്റെപ്പ് കുറച്ചധികം ബുദ്ധിമുട്ടുള്ളതാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു.